ഈ കൊച്ചിതെവിടെ പോയി? മോളെ, അമ്മക്കുട്ടി. ആഹാ, മോൾ ഇവിടെ ഇരിക്കുവാണോ? എന്തു പറ്റി മോളെ? എനിക്കിനി സ്കൂളിൽ പോണ്ട. എന്നെ ഇന്ന് ടീച്ചർ കുറെ വഴക്ക് പറഞ്ഞു. ടീച്ചർ ചീത്തയാ. ഞാനിനി സ്കൂളിൽ പോവില്ല. അതാണോ കാര്യം? സാരമില്ല കേട്ടോ. മോളിങ്ങി വന്നേ, അമ്മ ചോദിക്കട്ടെ. ടീച്ചർ എന്തിനാ മോളെ വഴക്ക് പറഞ്ഞത്? അതോ, ടീച്ചർ ക്ലാസ് എടുക്കുന്ന നേരത്ത് അമ്മ ഒരു റോക്കറ്റ് ഉണ്ടാക്കി വിട്ടു. അതിനാ ഇത്ര വഴക്ക് പറഞ്ഞ്. ടീച്ചർ ചീത്തയാ. സാരമില്ല മോളെ, മോള് വികൃതി കാണിച്ചിട്ടല്ലേ ടീച്ചർ വഴക്ക് പറഞ്ഞത്. നമുക്ക് അറിവും ജ്ഞാനവും ഒക്കെ പകർന്നു തരുന്നവരല്ലേ അധ്യാപകർ. അവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? മോള് സാവിത്രിബായി ഫുലെയെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആധുനിക ഭാരതത്തിലെ ആദ്യത്തെ അധ്യാപികയാണവർ. Let nobody forget Savitribai Jyotiba Phule, who dedicated her life to championing the cause of the oppressed. It was Savitribai's crusade against Brahminical patriarchy that set the ball rolling for intersectional feminism and education for all in our country. ആ, മോള് വന്നോ? ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? അതോ അമ്മേ, എന്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ് മത്സരമുണ്ട്. എനിക്കും കൂടണം. അതിനെന്താ? മോൾക്ക് ആരാകാനാണ് ഇഷ്ടം? എനിക്ക് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ആകണം. പവർഫുൾ അല്ലേ? എന്താ നമുക്ക് വല്ല ഗുസ്തിക്കാരി ആയാലോ? ഓ അമ്മ, അങ്ങനത്തെ പവർഫുൾ അല്ല ഞാൻ പറഞ്ഞേ. അമ്മ ചുമ്മാ പറഞ്ഞതല്ലേ. എന്നാൽ പറ്റിയ ആളെ ഞാൻ പറയാം. നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളും ഏറ്റവും ധീരയുമായ ഒരു വനിത നമ്മുടെ പ്രിയദർശിനി എന്ന ഇന്ദിരാഗാന്ധി. एक ऐसी शख्सियत की है जिनके नाम से एक समय में इंडिया के बड़े बड़े पॉलिटिशियंस थर थर कांपते थे। एक ऐसी शख्सियत जिनका लोहा इंडिया के अंदर ही नहीं बल्कि इंडिया के बाहर पूरे विश्व भर में माना जाता था। कहते हैं कि भारतीय राजनीति में इन जैसा कोई दूसरा नहीं हुआ। भारतीय राजनीति की कहानी इस शख्सियत के बिना एकदम अधूरी है। इनका व्यक्तित्व जितना मजबूत था, इनकी समझ और विचार उतने ही बुलंद थे। 1999 में बीबीसी के द्वारा उनको वुमन ऑफ द मिलेनियम के खिताब से नवाजा गया। 1971 के इंडो पाक वॉर की जीत और ग्रीन रेवोल्यूशन जैसे सक्सेसफुल हाइज के साथ साथ इमरजेंसी और ऑपरेशन ब्लू स्टार जैसे क्रिटिकल लोज भी थे। हालांकि उनको उनकी अथॉरिटेरियन पॉलिसीज के चलते काफी क्रिटिसिज्म झेलना पड़ा, लेकिन उनके द्वारा लाए गए एक्सटेंसिव सोशल प्रोग्राम्स हमेशा तारीफ के पात्र बने। അല്ല, ഈ കൊച്ചു കടയിൽ പോയിട്ട് കുറേ സമയമായല്ലോ, ഇതുവരെ വന്നില്ലല്ലോ. അമ്മോ, ഇതെവിടെയായിരുന്നു? എത്ര നേരമായി കടയിൽ പോയിട്ട്? അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ എന്നെ വഴക്ക് പറയരുത്. ഇല്ല, അമ്മ വഴക്ക് പറയില്ല. മോള് കാര്യം പറ. അമ്മ, ഞാൻ കടയിൽ പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിൽ ഒരാൾ ഇരിക്കുന്ന കണ്ടു. ആകെ അഴുക്ക് പിടിച്ച് എല്ലും തോലുമായിട്ടിരിക്കുന്നു. ആദ്യം അമ്മ ഒന്ന് പേടിച്ചു. പിന്നെ എനിക്ക് അയാളോട് പാവം തോന്നി. അതുകൊണ്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയപ്പം കുറച്ച് ബിസ്ക്കറ്റും പഴവും ഞാൻ അയാൾക്ക് വാങ്ങിക്കൊടുത്തു. അതാ വരാൻ ഇത്ര താമസിച്ചത്. അത്രേ ഉള്ളോ? ഇതിനാണോ മോൾ ഇത്ര പേടിച്ചത്? മോള് ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ? ഇതുപോലെ പാവപ്പെട്ടവർക്കും രോഗികൾക്കും
ആരും നോക്കാനില്ലാത്തവർക്കും തുണയായിരുന്ന ഒരു അമ്മ നമുക്കുണ്ടായിരുന്നു. അഗതികളുടെ അമ്മ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ. Mother Teresa is one of the great humanitarians of the 20th century because of her ability to love those who were the most vulnerable in society. The work she did in India really challenged entrenched notions of caste and gender roles, and she worked very closely with lepers and other people who were disenfranchised, marginalized, dispossessed. During the 60s, Mother Teresa opened hospices, orphanages, and leper houses all over India. അമ്മ, ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി. ആ, എന്താ? അതോ, ടീച്ചർ ഇന്ന് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പം എനിക്ക് കുറെ സംശയങ്ങൾ വന്നു. ഞാൻ ടീച്ചറോട് ചോദിച്ചു, പക്ഷെ ടീച്ചറിന് എല്ലാത്തിന്റെ ഉത്തരം അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞു തരാന്ന് ടീച്ചർ പറഞ്ഞു. ആണോ? അതിനിപ്പോ എന്തു പറ്റി? പക്ഷെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി അമ്മ. അവര് പറയുവാ, നിനക്ക് എപ്പോഴും ഈ ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങളെ ചോദിക്കാനുള്ളോ എന്നാ. മോളതൊന്നും കാര്യമാക്കണ്ട. മോളെ പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന വേറൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും ടീച്ചർമാർക്ക് ഉത്തരവില്ലായിരുന്നു. ഭാരതത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഒരു കുഞ്ഞു മിണ്ടാപ്പൂച്ച കൽപ്പന പിന്നീട് ഒരുപാട് പഠിച്ച് ബഹിരാകാശം വരെ പോയ കൽപ്പന ചൗള. The journey that includes the first woman of Indian origin to enter into space. The dream journey that covered millions of miles above the blue sky. Just before the re-entry into the Earth, a hope that vanished. ഡാ, ഇവിടെ വാടാ. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. ഞാൻ ഇനി എന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ കല്ല് പറക്കി എറിയും ഞാൻ, പറഞ്ഞേക്കാം. പോടാ അവിടുന്ന്. മതി മോളെ, നിർത്ത. എന്താ ഇതൊക്കെ? എന്താ ഇത്ര ദേഷ്യം? ആ ടോമിക്ക് നല്ല ഇടി കിട്ടാത്തതിന്റെ കുഴപ്പാ. എപ്പോ നോക്കിയാലും ഒരു കളിയാക്കല്. മോളെ വിട്ടുകള, നീ ഒന്ന് ക്ഷമിക്കേ. പിന്നെ എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനേ ഞാൻ അത്ര വലിയ പുണ്യാളത്തി ഒന്നുമല്ല. മോളൊന്നടങ്ങ്. ഇവിടെ വാ, ഇരിക്കെ. മോള് സിസ്റ്റർ റാണി മരിയെ പറ്റി കേട്ടിട്ടുണ്ടോ? എവിടെയോ കേട്ടൊരു ഓർമ്മ. ശരി, ഞാൻ പറഞ്ഞു തരാം. Blessed Mariam Badalo, famously known as Sister Rani Maria, was a religious social worker who was brutally murdered in the mid-90s. Sister Rani Maria's legacy lives on.
അമ്മേ, ഈ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് ഒക്കെ കാണാൻ നല്ല രസമാണല്ലേ? എനിക്ക് ഒരു ദിവസം പതാക ഉയർത്തണം. എന്നാ മോള് ഒരു പൊതുപ്രവർത്തകയായിക്കോ. അങ്ങനെ നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്ത് മോൾക്ക് രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആകാം. എനിക്ക് അങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? പിന്നെന്താ, അമ്മ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയായിരുന്ന ശ്രീമതി പ്രതിഭ പാട്ടീൽ. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയും ഒരു വനിതയാണ്. ഒഡീഷയിലെ ഒരു ആദിവാസി കുടുംബത്തിൽ നിന്ന് വന്ന ശ്രീമതി ദ്രൗപദി മുർമു. 25 जुलाई 2007 को प्रतिभा देवी सिंह पाटिल देश की पहली महिला राष्ट्रपति बनी और 2012 तक पद पर रहकर अपना कार्यकाल पूरा किया। द्रौपदी मुर्मू का जन्म 20 जून 1958 को मयूरगंज जिले के बैदापोसी गांव में हुआ था। वो संथाल आदिवासी समुदाय से है और उनके पिता बिरंची नारायण टुडू अपनी पंचायत के मुखिया रहे हैं। द्रौपदी मुर्मू झारखंड की पहली महिला और आदिवासी राज्यपाल थीं और अब देश की पहली महिला आदिवासी राष्ट्रपति बन चुकी है। वो झारखंड में सबसे लंबे समय तक राज्यपाल रहीं। उनका कार्यकाल 6 साल से कुछ अधिक समय तक था। ഇപ്പൊ മോൾക്ക് മനസ്സിലായോ? സ്ത്രീ ശക്തിയാണ് സമൂഹത്തിന്റെ ആധാരം. ഒരു സ്ത്രീ സ്വപ്നം കാണുമ്പോൾ സമൂഹം പുതിയ ദിശകൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് നമ്മൾ സ്വന്തം കഴിവിൽ വിശ്വസിക്കണം, പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യണം. സ്ത്രീയുടെ ഉയർച്ചയാണ് സമൂഹത്തിന്റെ വിജയഗാഥ.